കറ പിടിച്ച ജനൽപ്പാളികളും വാതിലുകളും അതുപോലെ കിച്ചൺ കബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യാൻ എൻ്റെ ഒരു സൂത്രപ്പണിയുണ്ട്. ഇതൊരു മൾട്ടി ടാസ്കിങ് ആണ്. പറഞ്ഞു തരട്ടെ. വലിയ ചിലവുകളൊന്നുമില്ല. വേണ്ടത് കുറച്ച് സമയം, കുറച്ച് മെനക്കെടാനുള്ള ഒരു മനസ്സും മാത്രമാണ്. ഇതിന് വേണ്ട വെറും രണ്ട് സാധനങ്ങളാണ് കേട്ടോ. ഒന്ന് നമ്മുടെ ഓയിൽ, അത് വെളിച്ചെണ്ണ ആവാം ഓയിലും ആവാം. രണ്ടും കറക്റ്റ് അളവിനെടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിലും ഓയിലാണെങ്കിലും 2 സ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ വിനെഗറും അതും 2 സ്പൂൺ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ ടാർഗറ്റ് ഇന്ന് ഇതാണ് കേട്ടോ. നമ്മുടെ കിച്ചൺ ഏരിയയിലെ കബോർഡ്സാണ്. അതൊക്കെ സ്ഥിരമായിട്ട് പുകയും ഒക്കെ ഏൽക്കുന്നതുകൊണ്ട് കറ പിടിച്ചിട്ടുണ്ട്. ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഞാനൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഒന്നിരുന്നപ്പം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ജനലൊക്കെ അത്യാവശ്യം ഞാൻ ക്ലീനാക്കി വരുന്നതുകൊണ്ട് ഇതുപോലെ മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ പൊടിയൊന്നും ആയിട്ടില്ല. ഇനിയിപ്പം ഇന്നത്തേക്ക് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം തുണിയിൽ ഒന്ന് മുക്കിയിട്ടൊന്ന് തുടച്ച് നോക്കി. ആദ്യം തുടച്ചപ്പോൾ തന്നെ വ്യത്യാസം കാണുന്നില്ലേ? ഇത് ഞാൻ കുറേ നാളായി ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലോണം ഇതിൽ പണിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരക്കലും പിടിക്കലും ഒന്നും നടക്കില്ല. അപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ മുന്നേ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് നോക്കി നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ കയ്യിൽ ആദ്യമൊക്കെ പശ ഒട്ടുമായിരുന്നു. ഇപ്പോൾ അത് ചെയ്ത് വരുന്നപ്പോഴേക്കും അത് കയ്യിൽ നിന്ന് അടർന്നു പോരുവാണ്. അതായത് ആ ഗ്ലാസ്സിൽ നിൽക്കുന്നില്ല. അങ്ങനെ തന്നെ അതിൻ്റെ മറുവശമൊക്കെ നന്നായിട്ട് തുടച്ച് പോന്നാൽ മതി. ഈ ഭാഗം ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് എനിക്ക് കൂടുതൽ ഹെഡേക്കായിട്ട് തോന്നിയത്. നിറയെ കറകളൊക്കെ കൂടുതൽ ഇവിടെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓയിലൊക്കെ വെക്കുന്ന ഭാഗത്തും ലാസ്റ്റ് കബോർഡിലും അത്യാവശ്യം നല്ല കറയൊക്കെ ഉണ്ട് കേട്ടോ. അത് നേരത്തെ മുതൽ അവിടെ എണ്ണപ്പാടുകളൊക്കെ ഉള്ളതുകൊണ്ട് അതും ഈ 2 ഭാഗങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയത്. കണ്ടോ, ഞാൻ ചെയ്തതിൻ്റെ വ്യത്യാസം. ഈ ചെയ്യാതിരുന്ന സ്ഥലത്തെ കോലമാണ് ആ കാണുന്നത്. ഇതിനൊന്നും നേരമില്ലെന്ന് പറയുന്നവർക്ക് ഞാനൊരു ചെറിയൊരു ടിപ്പ് ഇവിടെ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ 30:30:30 എന്നൊരു റൂളുണ്ട്. അതായത് 30 മിനിറ്റ് നമ്മൾ ആദ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം, ഇപ്പോൾ പ്രത്യേകിച്ച് അമ്മമാരാണെങ്കിൽ സ്കൂളിൽ പിള്ളേരെല്ലാം വിട്ടതിന് ശേഷം 30 മിനിറ്റ് അലക്ഷ്യമായി കിടക്കുന്ന സാധനങ്ങൾ, കുഞ്ഞു സാധനങ്ങൾ നിങ്ങൾ നേരെയാക്കാൻ നോക്കുക. ഉദാഹരണം, ഇപ്പോൾ ടിവിയുടെ റിമോട്ട് സെറ്റിയിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ പിള്ളേരുടെ കളി സാധനങ്ങളൊക്കെ വേറെ വല്ലയിടത്തൊക്കെ ആയിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞു സാധനങ്ങൾ ഒരു 30 എണ്ണം ദിവസേന ചെയ്യാൻ ശ്രമിക്കുക. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു 30 മിനിറ്റ് നമുക്ക് ആവശ്യമില്ലാത്ത 30 സാധനങ്ങൾ വീട്ടിൽ നിന്ന് മാറ്റി വെക്കുക. നമ്മുടെ അതിപ്പോൾ കബോർഡിലായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു പേഴ്സ് എടുത്താൽ മതി. അതിൽ ചിലപ്പോൾ ബസ് ടിക്കറ്റ് ഉണ്ടാവാം, പഴയ ഏതൊക്കെ ബില്ലുകൾ ഉണ്ടാവാം. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായിട്ട് കുറേ സാധനങ്ങൾ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റുക. പിന്നെയുള്ള 30 സൂചിപ്പിക്കുന്നത് ചെറിയ 30 കുഞ്ഞ് ക്ലീനിങ്ങുകളാണ്. ഒരു വാതിൻ്റെ പിടി, ഒരു കസേര ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ ദിവസേന ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ വർക്ക് ലോഡ് ഒന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ ആ മിക്സിൻ്റെ ബാക്കി കൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു ടിപ്പുകൾ കാണാൻ ഫോളോ മീ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്.